എല്ലാ മക്കളെയും എഡ്യൂഫേസിൻ്റെ 4ാം ക്ലാസ്സിലെ EVSൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഓണപരീക്ഷയൊക്കെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പടിവാതിൽക്കലാണ് പരീക്ഷ ഉള്ളത്. അപ്പോൾ മക്കളൊക്കെ എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമായിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഈ പാഠത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാർ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ക്ലാസ് കഴിയുന്നത് വരെ, ഈ പാഠം തീരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എന്താ മക്കളെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യ ഈസ് മൈ കൺട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രിയാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിൽ നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ഇതാ ഇവിടെ സാർ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്ത്യ കുറേ കാലം വിദേശികളുടെ കയ്യിലായിരുന്നു അല്ലേ. ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാരൊക്കെ പോലുള്ള വിദേശികളുടെ കയ്യിലായിരുന്നു നമ്മുടെ ഇന്ത്യ. അവർ നമ്മളെ അടിച്ചമർത്തി നമ്മൾ അടിമകളൊക്കെ ആക്കിയിട്ടാണ് ഈ രാജ്യത്ത് കഴിഞ്ഞു പോയിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് മുമ്പ് ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യ ഭരിച്ചു കൊണ്ടിരുന്ന കാലത്തേക്ക് നിങ്ങളെങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് അറിയണ്ടേ എന്തിനാണ് ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരൊക്കെ ഇന്ത്യയിൽ വന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത്. ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ ബൈ ഷിപ്പ് to buy spices such as cardamom and pepper, fabrics such as silk and cotton. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വളരെ ദൂരെയുള്ള യൂറോപ്പിലുള്ള ബ്രിട്ടീഷുകാർ പോലുള്ള ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നതെന്നറിയോ? അവർ ബൈ ഷിപ്പാണ് കേട്ടോ വന്നത്. കപ്പലിലൂടെയാണ്, കടൽ മാർഗം അവർ വരുന്നത്. അങ്ങനെ എന്തിനാണ് അവർ വന്നത്? ടു ബൈ സ്പൈസസ് അല്ലേ, സ്പൈസസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ഏതൊക്കെയാണ്? കാടമം അല്ലേ, ഏലം വാങ്ങണം അവർക്ക്. അതുപോലെ തന്നെ പെപ്പർ വാങ്ങണം. അപ്പോൾ കാടമം, പെപ്പർ ഇത് രണ്ടും പ്രധാനമായിട്ടും അവർ ഉദ്ദേശിച്ചിരുന്ന രണ്ട് സ്പൈസസ് ആയിരുന്നു. കാടമം, പെപ്പർ എന്നുള്ള സ്പൈസസ് വാങ്ങാനും, പിന്നെ അതുപോലെ തന്നെ സ്പൈസസ് മാത്രം വാങ്ങിയാൽ മതിയോ? അവർക്ക് അത് മാത്രം മതിയായിരുന്നില്ല. ഫാബ്രിക്സ്, വസ്ത്രങ്ങൾ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇതുപോലുള്ളതാണ് സിൽക്ക് ആൻഡ് കോട്ടൺ. അപ്പോൾ സിൽക്ക്, കോട്ടൺ പോലുള്ള ഫാബ്രിക്സ് വാങ്ങാനും കാടമം, പെപ്പർ പോലുള്ള സ്പൈസസ് വാങ്ങാനുമാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്, വൈ ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ, എന്തിനാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയണം? ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ ടു ബൈ സ്പൈസസ് സച്ച് ആസ് കാടമം ആൻഡ് പെപ്പർ, ഫാബ്രിക് സച്ച് ആസ് സിൽക്ക് ആൻഡ് കോട്ടൺ. അപ്പോൾ എന്തിനാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത്? കാടമം, പെപ്പർ പോലുള്ള സ്പൈസസ് വാങ്ങാനും പിന്നെ സിൽക്ക് ആൻഡ് കോട്ടൺ പോലുള്ള ഫാബ്രിക്സ് വാങ്ങാനുമാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ നോക്കൂ. ഗ്രാജുവലി ദേ ഒബ്റ്റൈൻഡ് സ്പെഷ്യൽ പ്രിവിലേജ് ഫ്രം ദ കിങ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഹിയർ. അങ്ങനെ ഈ വന്ന ബ്രിട്ടീഷുകാർ ഇപ്പോൾ എന്താണ്, അവർ നമ്മൾ സ്പൈസസ് വാങ്ങാൻ വേണ്ടി വന്നു, ഫാബ്രിക്സ് വാങ്ങാൻ വേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ വന്ന ഈ ബ്രിട്ടീഷുകാരുണ്ടല്ലോ, ഫോറിനേഴ്സ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്തു? അവർ സ്പെഷ്യൽ പ്രിവിലേജ്, അവരെന്ത് ചെയ്തു? സ്പെഷ്യൽ പ്രിവിലേജ്, ചില പ്രത്യേകമായ അവകാശങ്ങൾ. സാധാരണ കച്ചവടക്കാർ സാധനങ്ങൾ വാങ്ങാൻ വന്നാൽ വാങ്ങിപ്പോവുകയല്ലേ ചെയ്യുക. അതുമാത്രം പോരാ, ചില പ്രത്യേകമായ അവകാശങ്ങൾ, സ്പെഷ്യൽ പ്രിവിലേജ് അവരെന്ത് ചെയ്തു? അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കിങ്സിൻ്റെ അടുത്ത് നിന്ന്, രാജാക്കന്മാരുടെ അടുത്ത് നിന്ന് നേടിയെടുത്തു. അങ്ങനെ അവരെന്ത് ചെയ്തു? ട്രേഡിംഗ് സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ട്രേഡിംഗ് സെൻറ്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ മക്കൾ ഈ പേജിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഫോറിനേഴ്സ് ഇവിടെയുള്ള കിങ്സിൻ്റെ അടുത്ത് നിന്ന് ഒബ്റ്റൈൻ ചെയ്ത് നേടിയെടുത്തത്? അതെന്താണ് മക്കളെ? അത് സ്പെഷ്യൽ പ്രിവിലേജ് കേട്ടോ. ഈ സ്പെഷ്യൽ പ്രിവിലേജ് എന്ന് പറയുന്ന പ്രത്യേക അവകാശമാണ് ഇന്ത്യയിലെ കിങ്സിൻ്റെ അടുത്ത് നിന്ന് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഒബ്റ്റൈൻ ചെയ്തത്. എന്നിട്ട് എന്താണ് അവരോട് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആണ് കേട്ടോ. എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആണ് അവരോട് എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്താണ്? ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആണ്. എന്താണ് അവർ കിങ്സിൻ്റെ അടുത്ത് ഒബ്റ്റൈൻ ചെയ്തത്? സ്പെഷ്യൽ പ്രിവിലേജും ആണ്. ഇനി കിങ്സ് ഓഫ് ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ഇന്ത്യ വേർ ഫൈറ്റിംഗ് എമംഗ് ദംസെൽസ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ അന്ന്
ഇന്ത്യ ഇന്ന് ഒറ്റ രാജ്യമാണല്ലോ അല്ലേ? പക്ഷെ അന്ന് ഈ വലിയ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഒരുപാട് രാജാക്കന്മാരുടെ കീഴിൽ പല രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ രാജാവും എന്ത് ചെയ്യും? അടുത്തുള്ള രാജാവിനെ പരാജയപ്പെടുത്തിയിട്ട് തൻ്റെ രാജ്യം വലുതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇന്ത്യയിലുള്ള കിങ്സ് ഒക്കെ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ പരാജയപ്പെടുത്താനുള്ള വഴികളൊക്കെ എളുപ്പമാക്കി കൊടുത്തു. അപ്പോൾ എന്താ പറയുക? ഡിഫറെൻറ്റ് റീജിയൻസിലുള്ള കിങ്സ് were fighting among themselves as enemies. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇന്ത്യയിലെ കിങ്സ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? they were fighting among themselves as enemies. ശത്രുക്കളെ പോലെ അവർ പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇതെന്ത് ചെയ്തു? became easy for the foreigners to establish their dominance. അപ്പം ഫോറിനേഴ്സിന് അവരുടെ ഡൊമിനൻസ്, അവരുടെ ആധിപത്യം ഉറപ്പാക്കാൻ എളുപ്പമാക്കി കൊടുത്തത് എന്ത് കാര്യമാണ്? ഇന്ത്യൻ കിങ്സ് വേർ ഫൈറ്റിംഗ് themselves as enemies. ഇന്ത്യൻ കിങ്സ് അവർ പരസ്പരം എന്ത് ചെയ്തു? എനിമീസിനെ പോലെ, ശത്രുക്കളെ പോലെ ഫൈറ്റ് ചെയ്ത് എന്ത് ചെയ്തു? ഫോറിനേഴ്സിന് അവരുടെ ഡൊമിനൻസ്, അവരുടെ ആധിപത്യം കൂടുതൽ ശക്തമാക്കാൻ സഹായിച്ചു. അപ്പം അങ്ങനെയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കിങ്സ് എന്ത് ചെയ്തു? they were fighting among themselves as enemies. ശത്രുക്കളെ പോലെ അവർ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് ഫോറിനേഴ്സിന് എന്താക്കിയത്? അവരുടെ വഴികളൊക്കെ ഈസി ആക്കി കൊടുത്തത് കേട്ടോ. മക്കൾ പറയൂലേ എന്താണ്? ഇന്ത്യൻ കിങ്സ് വേർ ഫൈറ്റിംഗ് among themselves as enemies. It became easy for the foreigners to establish their dominance. അവർക്ക് ഫോറിനേഴ്സിന് ഡൊമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർക്ക് ഈസി ആക്കി കൊടുത്തത് എന്താണ്? ഇന്ത്യൻ കിങ്സ് വേർ ഫൈറ്റിംഗ് themselves as enemies. എനിമീസിനെ പോലെ അവർ ഫൈറ്റ് ചെയ്തു എന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ള ഭാഗം ഏതാണെന്ന് നോക്കാം. അപ്പം ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഫൈറ്റ് ചെയ്തിട്ടും അല്ലേ, നമ്മളെ ആക്രമിച്ചിട്ടൊക്കെ ഇന്ത്യ പിടിച്ചെടുത്തപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ വെറുതെ നിന്നോ? ഇല്ല. ബ്രിട്ടീഷുകാരെ തിരിച്ചു ഓടിക്കാൻ വേണ്ട കുറച്ച് പണികൾ നമ്മളും ചെയ്തു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ എന്ത് ചെയ്തു? ചില പ്രൊട്ടസ്റ്റുകളൊക്കെ ആരംഭിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ ചെയ്തത് നോക്കിയാൽ ഒന്നെന്താണ്? ബ്രേക്കിംഗ് ലോസ് ആണ് കേട്ടോ. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു മക്കളെ? ഇന്ത്യയിൽ അവർ ഭരണം സ്ഥാപിച്ചു. നമ്മുടെ ഒരുപാട് ഇന്ത്യക്കാരെ കൊന്നു, രാജാക്കന്മാരെയൊക്കെ പരാജയപ്പെടുത്തി. അങ്ങനെ അവർ ഇവിടുത്തെ ഭരണാധികാരികളായിട്ട് മാറി. അങ്ങനെ ഭരണാധികാരികളായിട്ട് മാറി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തുടങ്ങി. അവർക്കെതിരെ പ്രതിഷേധിക്കാനും സമരങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ ഏതൊക്കെ രൂപത്തിൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു, പ്രതിഷേധിച്ചു എന്ന് നമുക്ക് ചോദിച്ചാലോ? ഒന്നാമതാണ് ബ്രേക്കിംഗ് ലോസ്. നിയമങ്ങൾ എന്ത് ചെയ്യുക? ലംഘിക്കുക. അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് ഇവിടുത്തെ ഭരണാധികാരികളായിട്ട് ബ്രിട്ടീഷുകാർ നിയമം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യക്കാർ എന്ത് ചെയ്തു? നിയമങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ബ്രേക്കിംഗ് ലോസ് സ്റ്റാർട്ട് ചെയ്തു. ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന നിയമങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തു. അപ്പോൾ ബ്രേക്കിംഗ് ലോസ് എന്താണ്? നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരു മാർഗമായിരുന്നു. രണ്ടാമത്തെ എന്താണെന്നറിയോ? ഡിക്ലെയറിങ് നോൺ കോഓപ്പറേഷൻ. നമ്മൾ എന്ത് ചെയ്തു? നോൺ കോഓപ്പറേഷൻ ഡിക്ലെയർ ചെയ്തു. എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സഹകരണം. ബ്രിട്ടീഷുകാരുമായിട്ട് നമ്മൾ ഒരു നിലക്കും സഹകരിക്കാതിരുന്നു. നമുക്കറിയാം നമ്മുടെ ഭരണകൂടത്തോട് പൗരന്മാർ സഹകരിച്ചാലല്ലേ നല്ല രീതിയിൽ രാജ്യം മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ ബ്രിട്ടീഷുകാരോട് നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്തു? നോൺ കോഓപ്പറേഷൻ, നിസ്സഹകരണം. അവരുമായിട്ട് ഒരു സഹകരണവും ഉണ്ടാവില്ല എന്നുള്ളത് എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു. അപ്പം നോൺ കോഓപ്പറേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രൊട്ടസ്റ്റ് ചെയ്തതിൻ്റെ രീതി. ഇനി മൂന്നാമത്തും കൂടെ പഠിച്ചാലോ? അതെന്താണ്? ഓർഗനൈസിങ് മാർച്ചസ്. മാർച്ചുകൾ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ടൗണുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പാർട്ടിക്കാരും ആൾക്കാരൊക്കെ മാർച്ച് നടത്തുന്നത് അല്ലേ, റാലി നടന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ ഓർഗനൈസിങ് മാർച്ചസ്, മാർച്ചുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ രീതി. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തത്? ബ്രേക്കിംഗ് ലോസ്, ഡിക്ലെയറിംഗ് നോൺ കോഓപ്പറേഷൻ, ഓർഗനൈസിങ് മാർച്ചസ്. ഈ രൂപത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി.
ഇനി ഇങ്ങോട്ട് നോക്കൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് എന്താണെന്നറിയോ? ഒരു ആശ്രമത്തിന്റെ പേരാണ്. ഈ ആശ്രമത്തിന്റെ പേരാണ് സബർമതി ആശ്രം. അപ്പൊ ഈ ആശ്രമം എല്ലാവരും പഠിച്ചു വെക്കണം. എന്താണ് ആശ്രമത്തിന്റെ പേര്? സബർമതി ആശ്രം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഏതെങ്കിലും സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നതാണെന്ന് അല്ലേ? അപ്പൊ ഇത് ഈ ആശ്രമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വേർ ഗാന്ധിജി ലിവ്ഡ് കേട്ടോ. നമ്മുടെ ഗാന്ധിജി താമസിച്ചിരുന്ന ആശ്രമത്തിന്റെ പേരാണ് സബർമതി ആശ്രം. ഗാന്ധിജി താമസിച്ചിരുന്ന ആശ്രമത്തിന്റെ പേരാണ് സബർമതി ആശ്രം. അപ്പൊ അത് പഠിച്ചല്ലോ. ഗാന്ധിജി താമസിച്ചിരുന്ന ആശ്രമമാണ് സബർമതി ആശ്രം. ഇനി നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സബർമതി ആശ്രം അത് ഗുജറാത്തിലാണ് സബർമതി ആശ്രം. അവിടെയാണ് ഗാന്ധിജി താമസിച്ചത്. ഇനി അവിടെ നിന്ന് ഈ സബർമതി ആശ്രമത്തിൽ നിന്ന് 24 ദിവസം എടുത്തുകൊണ്ട് 24 ഡേയ്സ് എടുത്തുകൊണ്ട് 390 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഗാന്ധിജി പോയി. അപ്പൊ ഈ സബർമതിയിൽ നിന്ന് ഗാന്ധിജി പോയ സ്ഥലത്തിന്റെ പേരാണ് ദണ്ഡി സീഷോർ. അല്ലെ, നിങ്ങൾ ബീച്ചുകൾ കാണാൻ പോകാറുണ്ടല്ലോ അല്ലെ? ഒഴിവ് ദിവസങ്ങളിൽ ഒഴിവ് സമയങ്ങളിലൊക്കെ അല്ലേ, നമ്മൾ ടൂറിന്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യും, അടിച്ചു പൊളിക്കാനൊക്കെ വേണ്ടി എങ്ങോട്ട് പോകാറുണ്ട്? ബീച്ചിലേക്ക് പോകാറുണ്ട് അല്ലേ? അപ്പൊ അതേപോലത്തെ ഒരു ബീച്ചാണ് ദണ്ഡി സീഷോർ, ദണ്ഡി കടൽ തീരം. അപ്പൊ എന്തിനാണ് ഗാന്ധി അവിടെ പോയതെന്നറിയോ? അവിടെ പോയത് അവിടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യക്കാര് ഉപ്പ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉപ്പ് എന്ന് പറയുന്ന സാധനം നിർമ്മിച്ചു കഴിഞ്ഞാൽ വലിയ ടാക്സ് നൽകണം എന്ന് നിയമം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് നിർമ്മിച്ചാൽ വലിയ നികുതി നൽകണം ഇന്ത്യക്കാർ എന്ന നിയമം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി ഗാന്ധിജി അദ്ദേഹം താമസിച്ചിരുന്ന സബർമതിയിൽ നിന്ന് 24 ദിവസം എടുത്തിട്ട് എങ്ങോട്ടേക്ക് പോയി? ദണ്ഡി സീഷോറിലേക്ക് പോയി, ദണ്ഡി കടൽ തീരത്തേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് ടേക്കിംഗ് എ ഹാൻഡ്ഫുൾ സോൾട്ട് ഇൻ ഹിസ് ഹാൻഡ് ഗാന്ധി ഡിക്ലെയർ ലൗഡ്ലി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ബ്രിട്ടീഷുകാർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത 3 രീതിയിൽപ്പെട്ട ഒരു രീതി എന്തായിരുന്നു മക്കളെ? ബ്രേക്കിംഗ് ലോസ് അല്ലേ, നിയമങ്ങൾ ലംഘിക്കലല്ലേ? അങ്ങനത്തെ ഒരു നിയമലംഘനം ഇവിടെ നടക്കാൻ പോവാണ്. എന്താ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം? സോൾട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ടാക്സ് കൊടുക്കണം. അപ്പൊ അത് നമ്മൾ ലംഘിക്കാൻ പോവാണ്. അത് ലംഘിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സോൾട്ട് ഉണ്ടാക്കണം, ടാക്സ് കൊടുക്കാതിരിക്കണം. അങ്ങനെ ഈ നിയമം ലംഘിക്കാൻ വേണ്ടി പിന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യാണ്? ദണ്ഡി സീഷോറിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ പോയിട്ട് ഒരു പിടി ഉപ്പ് എടുത്തിട്ട് ഗാന്ധിജി പറയാണ്, ബ്രിട്ടീഷേഴ്സ് യു മേ ബ്രേക്ക് ദിസ് ഹാൻഡ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ കരങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് എൻ്റെ ഈ കൈകളെ നിങ്ങൾക്ക് നശിപ്പിക്കാം. ബട്ട് യു ക്യാൻ നെവർ ടേക്ക് അവേ അവർ റൈറ്റ് ടു മേക്ക് സോൾട്ട്. പക്ഷേ ഇന്ത്യക്കാരായ ഞങ്ങൾക്ക് ഉപ്പുണ്ടാക്കാനുള്ള അവകാശത്തെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതാരാ പറഞ്ഞത്? ബ്രിട്ടീഷേഴ്സ് യു മേ ബ്രേക്ക് ദീസ് ഹാൻഡ്സ് ബട്ട് യു ക്യാൻ നെവർ ടേക്ക് അവേ അവർ റൈറ്റ് ടു മേക്ക് സോൾട്ട് എന്ന് പറഞ്ഞ ആരാണ്? ഗാന്ധിജിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പ്രശ്നം അല്ലേ? മെനി ഇന്ത്യൻസ് വർ എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് സോൾട്ട് ബൈ എവാപ്പറേറ്റിംഗ് സീ വാട്ടർ. അപ്പൊ സീ വാട്ടർ ഒക്കെ ഇങ്ങനെ നീരാവിയാക്കിയിട്ട് അതിലൂടെ ഉപ്പ് നിർമ്മിച്ചിട്ട് ജീവിക്കുന്ന കുറേ പാവപ്പെട്ട ഇന്ത്യക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. ബട്ട് ദ ബ്രിട്ടീഷ് പ്രൊഹിബിറ്റഡ് ഇന്ത്യൻസ് ഫ്രം പ്രൊഡ്യൂസിങ് സോൾട്ട് ഫ്രം അവർ സീഷോഴ്സ്. പക്ഷേ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇന്ത്യൻ കടൽ തീരങ്ങളിൽ നിന്ന് ഇങ്ങനെ സോൾട്ട് ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാർ നിരോധിച്ചു. അങ്ങനെ നിരോധിച്ചപ്പോൾ ഇന്ത്യക്കാർക്ക് സോൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ദ ഇമ്പോസ്ഡ് ഹെവി ടാക്സസ് ഓൺ സോൾട്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഹെവി ടാക്സ്, വലിയ നികുതികളൊക്കെ എന്ത് ചെയ്തു? ഈ ഉപ്പ് നിർമ്മിച്ചാൽ ഉപ്പിനെതിരെ വലിയ നികുതികളൊക്കെ അവർ ചുമത്തി. ദ ലോ said that anyone who produced salt would be punished with imprisonment. അപ്പൊ അവരെ നിയമം എന്താ പറഞ്ഞെന്നറിയോ? ആരെങ്കിലുമൊക്കെ ഉപ്പ് ഉണ്ടാക്കിയാൽ അവരെന്ത് ചെയ്യും? ഇംപ്രിസൺമെന്റിന് ശിക്ഷിക്കും, ജയിലിലടക്കും. ഇംപ്രിസൺമെന്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ സോൾട്ട് ഉണ്ടാക്കിയാൽ ഇംപ്രിസൺമെന്റ് ആയിരുന്നു, ജയിൽ ശിക്ഷയായിരുന്നു ബ്രിട്ടീഷുകാർ വിധിച്ചിരുന്നത്. അങ്ങനെയാണ് എന്ത് ആരംഭിച്ചത്? സോൾട്ട് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടാക്കിയാൽ ടാക്സ് കൊടുക്കണമെന്ന് ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നപ്പം അതിനെതിരെ ആരംഭിച്ച സമരത്തെയാണ് നമ്മൾ എന്ത് പറയുക? സോൾട്ട് സത്യാഗ്രഹ എന്ന് പറയുക. സോൾട്ട് സത്യാഗ്രഹ. അപ്പൊ മനസ്സിലായോ? സോൾട്ടിന്റെ ടാക്സ് ബ്രിട്ടീഷുകാർ ഉയർത്തിയപ്പോൾ, ടാക്സ് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നമ്മൾ ആരംഭിച്ച സ്ട്രഗിളാണ് സോൾട്ട് സത്യാഗ്രഹ. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കേണ്ട എന്താണ്? സോൾട്ട് സത്യാഗ്രഹ ഏത് വർഷമാണ് വന്നതെന്നറിയോ? 1900
1930 സോൾട്ട് സത്യാഗ്രഹ ഇന്ത്യയിൽ ആരംഭിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രീഡം മൂവ്മെന്റുമായിട്ട് ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ സംഭവത്തിന്റെ പേരാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇതാണ് പേര്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. നമ്മൾ നേരത്തെ സോൾട്ട് സത്യാഗ്രഹം 1930 അല്ലേ പറഞ്ഞത്? ഇത് എപ്പോഴാണെന്നറിയോ? 1942 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. നമുക്ക് നോക്കിയാലോ. ദ സ്ലോഗൻ ബ്രിട്ടീഷേഴ്സ് ക്വിറ്റ് ഇന്ത്യ ബിക്കെയിം ദ ഇൻസ്പിറേഷൻ ഓഫ് ദിസ് മൂവ്മെന്റ്. അപ്പം ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിട്ടു പോവുക എന്നാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ആരാ ഇന്ത്യ വിട്ടു പോകേണ്ടത്? ഇന്ത്യക്കാർ ഇന്ത്യ വിട്ടു പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആരാ ഇന്ത്യ വിട്ടു പോകേണ്ടത്? ബ്രിട്ടീഷേഴ്സ് ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക എന്നതായിരുന്നു എന്തിൻ്റെ മൂവ്മെന്റ്? എന്തിൻ്റെ സ്ലോഗൻ? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സ്ലോഗൻ എന്തായിരുന്നു? ബ്രിട്ടീഷേഴ്സ് ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക. അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സ്ലോഗൻ ചോദിച്ചാൽ പറയണം ബ്രിട്ടീഷേഴ്സ് ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോവുക എന്നുള്ളത്. അപ്പം ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഗാന്ധിജി നല്ല അടിപൊളി ഒരു കോൾ, ഒരു ആഹ്വാനം, ഒരു സ്ലോഗൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഡു ഓർ ഡൈ. ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒന്നുകിൽ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് കീഴിൽ മരിച്ചു വീഴുക. അപ്പോൾ ഡു ഓർ ഡൈ ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ് ഈ സ്ലോഗൻ മുന്നോട്ട് വെച്ചത്? ഗാന്ധിജിയാണ് ഈ സ്ലോഗൻ മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഇതൊക്കെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. മക്കൾ ഇവിടെ അറിയേണ്ട മറ്റൊരു കാര്യം ഓഗസ്റ്റ് 9 1942 ഓഗസ്റ്റ് 9 നമ്മളിത് ആരംഭിച്ചത് കൊണ്ട് ഓഗസ്റ്റ് 9 ഈസ് ഒബ്സർവ്ഡ് ആസ് ക്വിറ്റ് ഇന്ത്യ ഡേ. ഓഗസ്റ്റ് 9 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്? ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചോ, എന്നാ ക്വിറ്റ് ഇന്ത്യ ഡേ? ഈ ക്വിറ്റ് ഇന്ത്യ ഡേ എന്നാ? ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ കേട്ടോ. ഇനി നമുക്ക് ഗാന്ധിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഗാന്ധിജി അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ഒക്കെ ഫോട്ടോസ് തന്നിട്ടേ ആ ചിത്രത്തിലുള്ള ആളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാനൊക്കെ പറയും. അപ്പോൾ അത് എഴുതണമെങ്കിൽ എന്ത് വേണം? അവരെക്കുറിച്ച് പഠിക്കണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗാന്ധിജിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഹിസ് ഫാദർ ഓഫ് ദി നേഷൻ, ഫാദർ ഓഫ് അവർ നേഷനിലെ നമ്മുടെ രാഷ്ട്രപിതാവാണ് ആര്? ഗാന്ധിജി അല്ലേ? ആരാണ്? ഫാദർ ഓഫ് അവർ നേഷൻ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഗാന്ധിയെക്കുറിച്ചുള്ള ആദ്യത്തെ പോയിന്റ് എന്താണ്? ഫാദർ ഓഫ് അവർ നേഷൻ കേട്ടോ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ദി നേഷൻ, രാഷ്ട്രപിതാവാണ്. നേരത്തെ നമ്മളൊരു പോയിന്റ് പഠിച്ചല്ലോ, എന്താണ്? ലിവ്ഡ് ഇൻ സബർമതി ആശ്രമം അല്ലേ? സബർമതി ആശ്രമത്തിലാണ് ഗാന്ധിജി ജീവിച്ചത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? ബോൺ, എവിടെയാണ് ഗാന്ധി ജനിച്ചത് പഠിച്ചു. കാരണം ഗാന്ധിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പോയിന്റ് എന്താ? ഗാന്ധിജി വാസ് ബോൺ ഇൻ പോർബന്ദർ ഇൻ ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്താണ് നമ്മുടെ ഗാന്ധിജി ജനിച്ചത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പിന്നെ ഫാദർ ഓഫ് ദി നേഷൻ അല്ലെ? ഗാന്ധി ആരാണ്? ഫാദർ ഓഫ് ദി നേഷൻ ആണ്. ഹി വാസ് ബോൺ ഇൻ പോർബന്ദർ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? റിയൽ നെയിം ആണ് കേട്ടോ. റിയൽ നെയിം എന്താണെന്നറിയോ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. റിയൽ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരായിരുന്നു. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. പിന്നെ ഹി റിട്ടേൺ ടു ഇന്ത്യ ആഫ്റ്റർ ലീവിങ് ഹിസ് പ്രൊഫഷൻ ആസ് എ ലോയർ ഇൻ സൗത്ത് ആഫ്രിക്ക. അദ്ദേഹം ബൈ പ്രൊഫഷൻ നമ്മുടെ ഗാന്ധിയുടെ തൊഴിൽ ജോലി എന്താന്ന് നിങ്ങൾക്ക് അറിയോ? എന്താണ്? അദ്ദേഹം ഒരു അഭിഭാഷകൻ, ഒരു വക്കീലായിരുന്നു കേട്ടോ. ലോയർ ആയിരുന്നു, വക്കീലായിട്ട് അദ്ദേഹം ജോലി ചെയ്ത് ഇന്ത്യയിലാണോ? അല്ല. എവിടെയാണെന്നറിയോ? അല്ലേ, പല ആൾക്കാരും വിദേശത്ത് പോകാറില്ലേ ജോലി ചെയ്യാനല്ലേ? ഗൾഫിലൊക്കെ പോകാറില്ലേ? അതുപോലെ ഗാന്ധി എവിടെയാ പോയത്? സൗത്ത് ആഫ്രിക്കയിലാണ് ലോയറായിട്ട് വർക്ക് ചെയ്യാൻ പോയത്. പക്ഷേ അവിടെ ലോയറായിട്ട് വർക്ക് ചെയ്ത് കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ജോയിൻഡ് ദ ഫ്രീഡം സ്ട്രഗിൾ അല്ലെ? ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ ഗാന്ധി എന്ത് ചെയ്തു? പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധിയെക്കുറിച്ച് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഇവിടെ നോട്ട് ചെയ്യണം. എന്താണ്? പീപ്പിൾ കോൾഡ് ഹിം ബാപ്പുജി എന്ന് ആര് വിളിച്ചു? ജനങ്ങൾ സ്നേഹത്തോടെ ഗാന്ധിജിയെ വിളിച്ച പേരാണ് ബാപ്പുജി. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗാന്ധിജിയെ കുറിച്ചൊരു 3-4 കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ, ഒന്നെന്താണ്? ഫാദർ ഓഫ് ദി നേഷൻ, ബോൺ ഇൻ പോർബന്ദർ ഇൻ ഗുജറാത്ത്, റിയൽ നെയിം വാസ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, വാസ് എ ലോയർ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ജോയിൻഡ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ. പിന്നെ എന്ത് കൊടുക്കണം? പീപ്പിൾ ലവിംഗ്ലി കോൾഡ് ഹിം ബാപ്പുജി.
പിന്നെ അദ്ദേഹം നയിച്ച കുറച്ച് സമരങ്ങളുടെ പേരുകൾ ഇവിടെ നമുക്ക് നോക്കാം. ഒന്നെന്താണ്? ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് ഗാന്ധിജി ലീഡ് ചെയ്ത ഒരു സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹ. അത് നടന്ന വർഷം 1917 ആണ് കേട്ടോ, 1917 പിന്നെ മറ്റൊരു സമരമാണ് നോൺ കോ ഓപ്പറേഷൻ മൂവ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രൊട്ടസ്റ്റ് നമ്മൾ നടത്തിയപ്പം നോൺ കോ ഓപ്പറേഷൻ അല്ലേ, സഹകരിക്കാതിരിക്കുക എന്ന് നമ്മുടെ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗം എന്ന് പഠിച്ചില്ലേ. അപ്പൊ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി 1920 ലീഡ് ചെയ്തിട്ടുള്ള ഒരു സമരമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സോൾട്ട് സത്യാഗ്രഹ 1930, അത് ഗാന്ധിജി ലീഡ് ചെയ്ത ഒരു സമരമാണ്. പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942, അതും എന്താണ്? ഗാന്ധിജി ലീഡ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സത്യാഗ്രഹങ്ങളും സമരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് പഠിച്ചാലോ. ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം 1917, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920, സോൾട്ട് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ഗാന്ധിജി ലീഡ് ചെയ്തിട്ടുള്ള പിന്നെ സത്യാഗ്രഹങ്ങൾ. ഇനി നമ്മൾ ഗാന്ധിജിയെ പോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആളാണ് ജവഹർലാൽ നെഹ്റു. അപ്പൊ നമുക്ക് നോക്കിയാലോ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ്. ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓക്കെ. ഈ ലവ്ഡ് ചിൽഡ്രൻ വെരി മച്ച്, കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ എന്ത് വിളിച്ചു? ചിൽഡ്രൻ കോൾഡ് ഹിം ചാച്ചാജി. നമ്മൾ ഗാന്ധിജിനെ എന്താ വിളിച്ചത്? ബാപ്പുജിയാണ് അല്ലേ. എന്നാൽ നെഹ്റുവിനെ വിളിച്ചത് എന്താണെന്നറിയോ? ചാച്ചാജി എന്നാണ് നെഹ്റുവിനെ വിളിച്ചത് കേട്ടോ. നെഹ്റുവിനെ എന്താ വിളിച്ചത്? ചാച്ചാജി എന്നാണ് നെഹ്റുവിനെ വിളിച്ചത്. ഇനി ഇവിടെ മക്കളെ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫോട്ടോസ് ഉണ്ട്. ഇത് വെറുതെ നിങ്ങൾ മറച്ച് കളയരുത്. പേജിൽ ഓരോരുത്തരുടെയും മുഖം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, അവരുടെ പേരും പഠിച്ചു വെക്കുക. അപ്പോൾ ഒന്നാമത്തെ ആള് കണ്ട ഒരു പട്ടാളക്കാരൻ ഒരു സൈനിക വേഷത്തിൽ കാണുന്ന ഈ മഹാനായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ് സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഫോട്ടോ ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, എന്നിട്ട് ഓരോരുത്തരുടെയും പേര് കൃത്യമായിട്ട് മനസ്സിൽ നിന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ വല്ലഭായ് പട്ടേലാണ്. അടുത്തത് ആരാണ്? ഗോപാൽ കൃഷ്ണ ഗോഖലെ കേട്ടോ, ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ്. അടുത്തത് ആരാണ്? സരോജിനി നായിഡു ആണ്. നെക്സ്റ്റ് ആരാണ്? ബാൽ ഗംഗാധർ തിലക് കേട്ടോ, അടുത്ത ആളാണ് ബാൽ ഗംഗാധർ തിലക്. പിന്നെ അടുത്ത ആരാണ്? ഭഗത് സിംഗ്. അപ്പോൾ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലേക്ക് കൊണ്ടുവരിക കേട്ടോ. നെക്സ്റ്റ് ആരാണ്? അരുണ ആസഫ് അലി. പിന്നെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പൊ ഇവരുടെയൊക്കെ ഫോട്ടോസ് കൃത്യമായിട്ട് നോക്കുക. ചിലപ്പോൾ ഫോട്ടോസ് തന്നിട്ട് ആരാണെന്ന് ചോദിക്കും, അപ്പൊ നമുക്ക് ഉത്തരം കൊടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോരുത്തരുടെയും പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്രീഡം സ്ട്രഗിൾ ഇൻ കേരള. കേരളത്തിലെ ഫ്രീഡം സ്ട്രഗിളിലേക്ക് വരികയാണ്. കേരളത്തിലെ ഫ്രീഡം സ്ട്രഗിളിൽ ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടായത് നമ്മൾ നോക്കാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആളാണ് കെ കേളപ്പൻ. കണ്ടോ കേളപ്പന്റെ ഫോട്ടോ കണ്ടോ? കേളപ്പന്റെ ചിത്രം കണ്ടോ? കേളപ്പന്റെ ചിത്രം ശ്രദ്ധിക്കുക. ഇതുപോലെ ചിത്രം തന്നിട്ട് എന്ത് ചെയ്യും? ആരാന്നൊക്കെ അറിയാൻ പിന്നെ പറയും. അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാനൊക്കെ പറയും. അപ്പൊ നമ്മൾ നേരത്തെ സോൾട്ട് സത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. സോൾട്ട് ഉണ്ടാക്കിയാൽ ടാക്സ് കൊടുക്കേണ്ടി വന്ന ആ നിയമം അല്ലെ. സോൾട്ട് ലോ വാസ് വയലേറ്റഡ് അറ്റ് പയ്യന്നൂർ മിഷൻ കണ്ണൂർ. അപ്പൊ കേരളത്തിലും ഈ സോൾട്ടിന് ടാക്സ് ഇമ്പോസ് ചെയ്ത നിയമത്തിനെതിരെ, ടാക്സ് ചുമത്തിയതിനെതിരെ കേരളത്തിലും സമരം നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് പയ്യന്നൂർ ബീച്ച്. എവിടെ പയ്യന്നൂർ എന്നറിയോ? കണ്ണൂർ ജില്ലയിലാണ് ഈ പയ്യന്നൂർ വരുന്നത്. അപ്പൊ കേരളത്തിലെ പയ്യന്നൂർ എന്ന സ്ഥലത്തും സോൾട്ട് സത്യാഗ്രഹ നടക്കുകയുണ്ടായി. ദ സ്ട്രഗിൾ വാസ് ലെഡ് ബൈ കേളപ്പൻ. അപ്പൊ നമ്മളിവിടെ ചിത്രത്തിൽ കണ്ട കേളപ്പനാണ് എന്തിനു ലീഡ് ചെയ്തത്? പയ്യന്നൂരിൽ നടന്ന സോൾട്ട് സത്യാഗ്രഹ ലീഡ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് പേരിലാണ് വിളിക്കുന്നതെന്നറിയോ? കേരള ഗാന്ധി. അപ്പൊ ഗാന്ധിയാണല്ലോ എന്ത് ലീഡ് ചെയ്തത്? ഇന്ത്യയിൽ മൊത്തം സോൾട്ട് സത്യാഗ്രഹം ലീഡ് ചെയ്തത്. അപ്പോൾ കേരളത്തിൽ ലീഡ് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നു? കേരള ഗാന്ധി. അപ്പോൾ എവിടെയാണ് കേരളത്തിൽ നടന്നത്? പയ്യന്നൂരാണ്, കണ്ണൂർ ജില്ല. ആരാണ് ലീഡ് ചെയ്തത്? കേളപ്പൻ. അതുകൊണ്ട് കേളപ്പൻ എന്താ വിളിച്ചത്? കേരള ഗാന്ധി. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഈ കേളപ്പൻ കൂടാതെ കുറച്ച് പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുക. ഇവരൊക്കെ കേരളത്തിൽ നിന്ന് ഫ്രീഡം പിന്നെ ഫൈറ്റിനെ ലീഡ് ചെയ്ത അതിന്റെ മുൻപന്തിയിലുണ്ടായ ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് ടി.കെ. മാധവൻ, 2 കെ.പി. കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, പിന്നെ എ.കെ. ഗോപാലൻ, പിന്നെ അക്കാമ്മ ചെറിയാൻ,
AV കുട്ടിമാളു അമ്മ. അപ്പോൾ ഇവരൊക്കെ ആരാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. നമുക്കൊന്ന് പതുക്കെ ഇവരുടെ പേര് പറഞ്ഞു നോക്കാം. എല്ലാവരുടെ പേരും പഠിച്ചു വെക്കട്ടെ. 1 TK മാധവൻ, TK മാധവൻ. 2 KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, AK ഗോപാലൻ, അക്കാമ്മ ചെറിയാൻ, AV കുട്ടിമാളു അമ്മ. ഇവരൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് സ്ട്രഗിൾസ് നോക്കാം. കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഫ്രീഡം സ്ട്രഗിൾസിലേക്ക് വന്നാൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്? 1 പഴശ്ശി റിവോൾട്ട്. നിങ്ങൾ പഴശ്ശിരാജ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? പഴശ്ശിരാജ നയിച്ചിട്ടുള്ള പഴശ്ശി റിവോൾട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഫ്രീഡം മൂവ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സോൾട്ട് സത്യാഗ്രഹ, അതുപോലെ തന്നെ നോൺ കോഓപ്പറേഷൻ, ക്വിറ്റ് ഇന്ത്യ, ഇതൊക്കെ ഇന്ത്യയിൽ മൊത്തം നടന്നിട്ടുള്ളതാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള ഫ്രീഡം മൂവ്മെന്റ് ചോദിച്ചാൽ മക്കൾ എന്തൊക്കെയാ പറയേണ്ടത്? 1 പഴശ്ശി റിവോൾട്ട് പറയണം. പിന്നെ എന്ത് പറയണം? പയ്യന്നൂർ സാൾട്ട് സത്യാഗ്രഹ പറയണം. പയ്യന്നൂരിൽ വെച്ച് നടന്ന സാൾട്ട് സത്യാഗ്രഹം അത് കേരളത്തിൽ നടന്നിട്ടുള്ള ഫ്രീഡം മൂവ്മെന്റ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതി കൊടുക്കണം. അപ്പോൾ 1 പഴശ്ശി റിവോൾട്ട്, 2 പയ്യന്നൂർ സാൾട്ട് സത്യാഗ്രഹ. ഇനി ഒന്നുകൂടെ നിങ്ങൾ പഠിക്കണം. അതാണ് വൈക്കം സത്യാഗ്രഹ. എന്താണ്? വൈക്കം സത്യാഗ്രഹ. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കിയാലോ? കേരളത്തിലെ പ്രധാനപ്പെട്ട ഫ്രീഡം മൂവ്മെന്റ്സ് ഏതൊക്കെയാണ്? പഴശ്ശി റിവോൾട്ട്, പയ്യന്നൂർ സാൾട്ട് സത്യാഗ്രഹ, വൈക്കം സത്യാഗ്രഹ. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫോട്ടോസ് ഒന്ന് കണ്ടിട്ട് അവരാരൊക്കെയാണ് നോക്കി വെക്കാം. 1 അക്കാമ്മ ചെറിയാൻ. ആരാണ്? അക്കാമ്മ ചെറിയാൻ. 2 AV കുട്ടിമാളു അമ്മ നോക്കി വെക്കുക, ഫോട്ടോ നോക്കി വെക്കുക. പിന്നെ AK ഗോപാലൻ അല്ലേ? AK ഗോപാലൻ നോക്കി വെക്കുക. പിന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ അല്ലേ? മുഹമ്മദ് അബ്ദുറഹ്മാൻ നോക്കി വെക്കുക. പിന്നെ KP കേശവമേനോൻ കേട്ടോ, KP കേശവമേനോൻ. അതുപോലെ തന്നെ TK മാധവൻ. അപ്പോൾ ഇവരൊക്കെ ആരാണ്? കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാലോ 1947 ഓഗസ്റ്റ് 15ന്റെ പ്രത്യേകത എന്താണ് മക്കളെ? 1947 ഓഗസ്റ്റ് 15ന്റെ പ്രത്യേകത ബ്രിട്ടീഷുകാർ അങ്ങനെ കുറെ കാലം ഇന്ത്യ ഭരിച്ചിട്ട് അവസാനം ഇന്ത്യക്കാർക്ക് മുന്നിൽ അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു അല്ലേ? അങ്ങനെ ഇന്ത്യ ഗെയിൻ ഇൻഡിപെൻഡൻസ് ഓൺ ഓഗസ്റ്റ് 15, 1947. 1947 ഓഗസ്റ്റ് 15 അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. എല്ലാ വർഷവും നമുക്കറിയാലോ ഓഗസ്റ്റ് 15 അല്ലേ? ഓഗസ്റ്റ് 15 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം ഇൻഡിപെൻഡൻസ് കിട്ടിയത് എപ്പോഴാണ്? ഓഗസ്റ്റ് 15, 1947. ഇൻഡിപെൻഡൻസ് ഡേ എപ്പോഴാണ്? ഓഗസ്റ്റ് 15. നമ്മൾ പാഠം അവസാനിപ്പിക്കുകയാണ്, കഴിയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരാളെ കാണാം. ഈ ആളുടെ പേരാണ് ഡോക്ടർ BR അംബേദ്കർ. ഇയാളുടെ പേര് ഡോക്ടർ BR അംബേദ്കർ. അങ്ങനെ ബ്രിട്ടീഷുകാർ പോയി. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാർ പോയപ്പോൾ നമ്മുടെ BR അംബേദ്കർ, എന്താണ് നിങ്ങൾ പഠിച്ചു നോക്കേണ്ട പേര്? ഡോക്ടർ BR അംബേദ്കർ. ആരാന്നറിയോ? ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്റർ, നിയമമന്ത്രി ആയിരുന്നു ആര്? നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഫസ്റ്റ് ലോ മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഈ ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ കുറച്ച് ആൾക്കാർ, പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് ഇന്ത്യക്കാർ ചേർന്നിട്ട് എന്തുണ്ടാക്കിയെന്നറിയോ? ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കി. നിങ്ങൾ പഠിക്കാൻ ഒരു ടെക്സ്റ്റ് ഉപയോഗിക്കുന്നില്ലേ അല്ലേ? ഇതേപോലെ ഒരു ടെക്സ്റ്റ് ഉണ്ടാക്കി. ആ ടെക്സ്റ്റിൽ എന്താ ഉള്ളതെന്നറിയോ? കണ്ടെയ്നിങ് ലോസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. അപ്പോൾ പഠിക്കണം. അംബേദ്കർ ലീഡ് ചെയ്യുന്ന ആ ഒരു ടീം ഉണ്ടാക്കിയ ടെക്സ്റ്റിൽ എന്താ ഉള്ളത്? ലോസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ കേട്ടോ. ലോസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയുടെ, ബ്രിട്ടീഷുകാർ പോയതിനു ശേഷമുള്ള ഇന്ത്യയുടെ നിയമങ്ങൾ എന്തായിരിക്കണം എന്നത് ഉൾക്കൊള്ളുന്ന ഒരു ബുക്ക് ആരുണ്ടാക്കി? അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കുറച്ച് ഇന്ത്യക്കാർ ചേർന്ന് ഉണ്ടാക്കി. ഈ ബുക്കിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയാ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ബുക്കിനെ പറയാ. അപ്പോൾ ഏത് ബുക്കാണത്? ബുക്ക് ടെക്സ്റ്റ് കണ്ടെയ്ൻ ദ ലോസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകത്തിനാണ് എന്ത് പറയാ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയാ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ആളാണ് നമ്മുടെ BR അംബേദ്കർ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ January 26, 1950. 1950 ജനുവരി 26 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. അപ്പം മക്കളെ നിങ്ങൾ പറ, എന്താണ് ജനുവരി 26 പ്രത്യേകത? ഓഗസ്റ്റ് 15 പ്രത്യേകത ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിൽ
ജനുവരി 26ന്റെ പ്രത്യേകത റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ആയെന്നറിയോ? 1950 ജനുവരി 26-നാണ് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ടുള്ള നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ബുക്ക് നിലവിൽ വന്നത്. ആ ബുക്കിലെ നിയമങ്ങൾ പ്രാബല്യത്തിലായത്. അപ്പോൾ 2 ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1947 ഓഗസ്റ്റ് 15, 1947 ഓഗസ്റ്റ് 15-ഉം 1950 ജനുവരി 26, 1950 ജനുവരി 26-ഉം. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് മനസ്സിലായല്ലോ. ഈ 1950 ജനുവരി 26 പ്രത്യേകത മനസ്സിലായല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയുടെ ലോസ്, നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ടെക്സ്റ്റ് കെയിം ഇൻ ടു ഫോഴ്സ്, അത് പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് ആണ് 1950 ജനുവരി 26. അപ്പോൾ മക്കളെ, ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.